നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേലക്കര നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തി അവലോകന യോഗം. ചേലക്കര റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗം ചേർന്നത് MP K രാധാകൃഷ്ണന്റെയും MLA UR പ്രദീപിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പഞ്ചായത്ത് പരിധിയിൽ കോൺഗ്രസ് ഹർത്താൽ. പാലിയേക്കര കോഫി ഷോപ്പ് ആക്രമണ കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘം അറസ്റ്റിൽ. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി തൃശൂരിൽ MDMA-യുമായി പിടിയിൽ. ആത്മസംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കം. മനസ്സും ശരീരവും പാകപ്പെടുത്തി വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ പള്ളികളിൽ പ്രാർത്ഥനാ നിർഭരം. അയ്യയ്യോ ആർപ്പുവിളികളോടെ ചിനക്കത്തൂർ പൂരത്തിന് ആവേശ കൊടിയേറ്റം. രാത്രിയിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ആചാര തനിമയോടെ. സമ്പൂർണതയുടെ വള്ളുവനാടൻ പൂരം മാർച്ച് 12-ന്. വാർത്തകൾ വിശദമായി. ചേലക്കര നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം ചേലക്കര റെസ്റ്റ് ഹൌസിൽ ചേർന്നു. K രാധാകൃഷ്ണൻ MPയുടെയും UR പ്രദീപ് MLA-യുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കൊണ്ടായി കുത്താമ്പള്ളി പാലത്തിന്റെ സ്ലാബ് വർക്കിനായുള്ള കമ്പികെട്ടൽ പ്രവർത്തികൾ നടന്നുവരികയാണെന്നും ഏപ്രിൽ മാസത്തോടുകൂടി സ്ലാബ് പണി പൂർത്തീകരിച്ച് മെയ് മാസത്തോടുകൂടി പാലത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ കഴിയും എന്നും KRFB എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. ചേലക്കര ബൈപ്പാസ് നിർമ്മാണം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് റവന്യൂ B വകുപ്പിന്റെ ഉത്തരവും ലഭ്യമായിട്ടുണ്ട്. കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം പ്രവൃത്തികൾക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് റവന്യൂ B വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ KRFB എഞ്ചിനീയർ കിഫ്ബി തഹസിൽദാർ എന്നിവരോട് MPയും MLAയും നിർദ്ദേശം നൽകി. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചിറ്റണ്ട തലശ്ശേരി റോഡ്, തളി ആറങ്കോട്ടുകര റോഡ്, ചെറുതുരുത്തി പൊന്നാനി റോഡ്, കറുകക്കടവ് റോഡ്, എളനാട് വാണിയമ്പറ റോഡ്, പുത്തിരിത്തറ റോഡ്, മണലാടി വെട്ടിക്കാട്ടി റോഡ് എന്നിവയുടെ പരമാവധി പ്രവൃത്തികൾ മഴക്കാലത്തിന് മുന്നേ ചെയ്തു തീർക്കണമെന്ന് MLAയും MPയും ബന്ധപ്പെട്ട റോഡ്സ് വിഭാഗം എഞ്ചിനീയർമാരോട് നിർദ്ദേശിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അവലോകനം നടത്തി. അങ്ങനെ അവലോകനം നടത്തി കഴിഞ്ഞപ്പോൾ അതിശേഷത്തിൽ നമ്മുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം നിർമ്മാണം നമ്മുടെ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ റോഡുകളെയും പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് നടത്തുന്നത്. അതിൽ 1-2 റോഡുകൾ വഴി ബാക്കിയുള്ള റോഡുകളുടെയും പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നു. അവശേഷിക്കുന്ന റോഡുകളുടെ പണി ഏറ്റവും അവസാനിക്കുന്നതോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പ്രവൃത്തികളും MLA ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള പ്രവൃത്തികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ T ജയ, റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വിനീത്, ഹരിപ്രസാദ്, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ, പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത്, KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ അമീന, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ആക്രമിച്ചു. മടത്തുംതൊടി സ്വദേശി ജോസ് ആക്രമിച്ചെന്നാണ് ഡെയ്സി തോമസിന്റെ പരാതി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ഡെയ്സി തോമസിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പൊയ്യ പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഹർത്താൽ. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രസിഡന്റിനെ ജോസ് ആക്രമിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പ്രതിക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പാലിയേക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മനക്കൊടി സ്വദേശിയായ യുവതിയെയാണ് മർദ്ദനമേറ്റ് അവശ്യ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ നായരങ്ങാടി സ്വദേശി 43 വയസ്സുള്ള ഗോപു എന്ന ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി 30 വയസ്സുള്ള അഭിനാഷ് P ശങ്കർ, അളഗപ്പ നഗർ സ്വദേശി 27 വയസ്സുള്ള ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി 30 വയസ്സുള്ള ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി
30 വയസ്സുള്ള അഞ്ജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രതികൾ കോഫി ഷോപ്പിലെ ജീവനക്കാരനായ പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 21 വയസ്സുള്ള അബ്ദുളിനെ ആക്രമിക്കുകയും കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. പ്രതികളെ തിരഞ്ഞ് കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറേക്കോട്ട അരണാട്ടുകര റോഡിൽ വെച്ച് കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച് ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് ദേഹോപദ്രവമേൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു. യുവതിയുടെ 2.5 പവൻ വരുന്ന സ്വർണ്ണമാലയും 1.5 പവന്റെ വളയും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു. ഗോപകുമാർ പുതുക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. ജിതിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും 2 കേസുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി MDMA-യുമായി പിടിയിൽ. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി നിജിൽ ആണ് തൃശൂരിൽ പിടിയിലായത്. 50 ഗ്രാം MDMA-യുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഈസ്റ്റ് പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും പിടിയിലാകുകയായിരുന്നു. ചാവക്കാട് സ്വദേശി ഫാസിൽ എന്ന യുവാവും പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നു. റംസാന് തുടക്കം. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും സ്വഭാവ സംസ്കരണത്തിന്റെയും ദിനങ്ങളാണ്. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച രാത്രി ആകാശത്ത് ചന്ദ്രക്കല ദൃശ്യമായതോടെ വിശുദ്ധ റംസാന് ഞായറാഴ്ച മുതൽ തുടക്കമായി. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും സ്വഭാവ സംസ്കരണത്തിന്റെയും ദിനങ്ങളാണ്. സൃഷ്ടാവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാനും സമസൃഷ്ടികളായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വർത്തിക്കാനും സ്വയം നിയന്ത്രണവും തന്റെ ആവശ്യങ്ങളോടൊപ്പം അവരന്റെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകാനുമാണ് റംസാൻ നോമ്പിന്റെ മുഖ്യ ലക്ഷ്യം. സങ്കുചിതവും സ്വാർത്ഥവുമായ ലോകത്തിൽ വിശാലവും തൽപര സേവനത്തിനുമായി സ്വജീവിതം സമർപ്പിക്കാനുള്ള പ്രേരണയാണ് റംസാൻ നോമ്പ് പഠിപ്പിക്കുന്നത്. പകൽ സമയം നോമ്പും രാത്രി സമയങ്ങളിൽ പ്രത്യേക നമസ്കാരവുമായാണ് വിശ്വാസികൾ ഈ ദിനങ്ങൾ ചെലവഴിക്കുക. മുസ്ലിം ഭവനങ്ങളിലും പള്ളികളിലും സാമൂഹ്യ നോമ്പുതുറയും വ്യാപകമായി നടത്തും. കോങ്ങാട് മസ്ജിദുൽ ഹിദായ ഇമാം മുസ്തഫ മൗലവിയുടെ വാക്കുകളിലേക്ക്. റമദാൻ ആത്മസംസ്കരണത്തിൻ്റെ ആത്മവിശുദ്ധിയുടെ കാലമാണ്. പരസ്പരം സൗഹൃദം പുതുക്കിയും അതുപോലെ തന്നെ ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തും ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകേണ്ട കാലമാണ് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിൽ ആ നിലക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അവർ പരസ്പരം പുതിയ കാലത്ത് വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ വൈരത്തിൻ്റെയുമൊക്കെ ഒരു കാലത്ത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമൊക്കെ മുന്നോട്ട് പോകാനാണ് റമദാനിലൂടെ എല്ലാ ആളുകൾക്കും സാധ്യമാകേണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന സംഗമം സമാപിച്ചു. സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ കെ പ്രേംകുമാർ MLA-യുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയാണ് മാനത്തോളം. പദ്ധതിയുടെ ഭാഗമായാണ് നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ദ്വിദിന സംഗമം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. എന്ത് ചെയ്യാനാവണം എന്നതിനെ കുറിച്ചുള്ള ആശങ്കയും അതുപോലെ അതിനുള്ള ഉത്തരവും കണ്ടെത്താനാണ് ഇത്തരമൊരു പരിപാടിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ എല്ലാ MLA-മാരും അതാത് നിയോജക മണ്ഡലത്തിനകത്ത് ഈ ഒരു പ്രവർത്തനം ഇതുപോലെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അത് വലിയ തോതിലുള്ളൊരു എനർജി ആയിരിക്കും ഉണ്ടാക്കി തരിക. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീധരൻ, പ്രീത മോഹൻദാസ്, മാനത്തോളം പദ്ധതി കൺവീനർ KP കേലു,
SSK ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ പ്രഭാകരൻ, വെങ്കിട അയ്യർ, സ്വയംപ്രഭ എന്നിവർ സംസാരിച്ചു. എം ഹർഷ, ഡോക്ടർ PT ബാബുരാജ്, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, അഡ്വക്കേറ്റ് MV ജയഡാളി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളെ നേരിൽ കേട്ട് കുട്ടികൾക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനും ഏതെല്ലാം രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനാകും എന്ന് പരിശോധിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. മണ്ഡലത്തിലെ വിവിധ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ സ്കൂളുകളിലും പഠിക്കുന്ന 300ഓളം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റ് കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന LSQ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത്. ചടങ്ങിൽ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി വർഗീയമായ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ് പോലീസിൻ്റെ സേവനം എന്ന് പറയുന്നത്. പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ASP, DYSP ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ജനപ്രതിനിധികൾ നമ്മുടെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ പങ്കുചേരുന്നുണ്ട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, അഡീഷണൽ SP PC ഹരിദാസ്, ഒറ്റപ്പാലം SHO അച്യുത് അശോക്, ഷൊർണൂർ DYSP R മനോജ് കുമാർ, ഒറ്റപ്പാലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് A അജീഷ്, KPOA പ്രസിഡന്റ് C സത്യൻ, KPA സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ ഏരിയ സമ്മേളനം കുളപ്പള്ളി ബാങ്ക് ഹാളിലെ ബാൽസൺ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടറി കലാധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറിമാരും യൂണിറ്റ് സെക്രട്ടറിമാരും പറയേണ്ട വന്നിരിക്കുന്ന പ്രതിനിധികളായി വന്നിരിക്കുന്ന ആളുകൾ വരും. ഈ ഇരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ വില കൽപ്പിക്കാനുണ്ട്. നിങ്ങൾ ഒരാളോട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ 10 പേരുണ്ട്. 10-1 പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മളോട് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 111 ആളെത്തി. പാലക്കാട് ജില്ലാ കമ്മിറ്റി നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണെങ്കിൽ 5-1 പ്രതിനിധികളാണെങ്കിൽ നമ്മൾ 700 ചില്ലാൻ ആളുകളോട് പങ്കെടുക്കേണ്ടതുണ്ട്. ആ 111 ആളുകളോട് പങ്കെടുത്തപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുത്ത വർഷം ഏത് എന്ന ചോദ്യത്തിന് ഒരാൾ മറുപടി. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ശ്രീധരൻ റിപ്പോർട്ടും ട്രഷറർ വിലാസിനി വരവ് ചെലവ് കണക്കും C പുഷ്പ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. 40 വർഷം ഈ മേഖലയിൽ പൂർത്തിയാക്കിയ 4 പേരെ ഷാളണിയിച്ച് ആദരിച്ചു. മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പുഷ്പജ, പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി എന്നിവയും നടന്നു. കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയ ESI സ്കീം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും 2018 ശേഷം വിരമിച്ച തയ്യൽ തൊഴിലാളികളുടെ ഇരട്ട പെൻഷൻ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്നതുമുൾപ്പെടെ 10 ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. IAO ആർപ്പുവിളികൾ ഉയർന്നു. ചരിത്ര പ്രസിദ്ധമായ ചിലക്കത്തൂർ പൂരത്തിന് ആവേശ കൊടിയേറ്റം. കഴിഞ്ഞ രാത്രി 11-നാണ് തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം വിളിച്ചു ചോദിച്ച് കൊടിയേറ്റ് ആരംഭിച്ചത്. ആർപ്പുവിളികളുമായി ആവേശത്തോടെ കാത്തുനിന്ന ആയിരങ്ങളുടെ കാതിന് കുളിരായി രാത്രി 11-ന് സ്ഥാനീയരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന വിളിച്ചു ചോദ്യം തുടങ്ങി. കോമരത്തിന്റെ ചോദ്യങ്ങളോട് ആദ്യ 2 തവണയും നിഷേധമായിരുന്നു മറുപടി. 3-ാം ഊഴത്തിൽ സമ്മതം ഉത്തരമായതോടെ കൊടിക്കൂറകൾ ഉയർന്നു. ഇതോടെ ചിനക്കത്തൂർ തനിമയുടെ IAO ആർപ്പുവിളികൾ എങ്ങുമുയർന്നു. ഈ ആർപ്പുവിളികൾ തട്ടകങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്ങും അലയടിക്കും. 7 ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ ഞായറാഴ്ച പറയെടുപ്പിന് തുടക്കമായി.
10-ന് പൂരത്താലപ്പൊലിയും 11-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. കുതിരകളിയും തേരും തട്ടിന്മേൽ കൂത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും വഴിപാടുകാളകളും വെടിക്കെട്ടുമുൾപ്പെടെ ഉത്സവത്തിന്റെ സമഗ്ര കാഴ്ചവട്ടമൊരുക്കുന്ന പൂരം മാർച്ച് 12-നാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. മാർച്ച് 8 വരെയാണ് ക്ഷേത്രോത്സവം. 8 വിളക്കുത്സവങ്ങളായാണ് വിപുലമായ ആഘോഷ പരിപാടികൾ. ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി കൊണ്ടാടിയിരുന്നു. ശനിയാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. മാർച്ച് 8 വരെയാണ് ആഘോഷ പരിപാടികൾ. 8-ന് ശനിയാഴ്ച ആറാട്ടോടുകൂടി ക്ഷേത്രോത്സവം സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കാഴ്ചശീവേലിയും ബ്രഹ്മശ്രീ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഋഗ്വേദ മുറജപവുമുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി നിത്യേന രാവിലെ 8 മണി മുതൽ 9:30 വരെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെ പ്രസാദഊട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 7 മണി മുതൽ 8:30 വരെ രാത്രി ഭക്ഷണവും ഉണ്ടാവും. ഉത്സവബലി ദിവസം രാവിലെ 11 മണി മുതൽ 2 മണി വരെ ഉത്സവക്കഞ്ഞിയും ആറാട്ട് ദിവസം രാവിലെ 10:30 മുതൽ 2 മണി വരെ ആറാട്ട് സദ്യയും നടത്തും. പ്രസാദഊട്ടിനുള്ള അരി, നാളികേരം, പച്ചക്കറി, ശർക്കര മുതലായവ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഉത്സവ ബലി ദിവസമായ മാർച്ച് 6 ഭഗവത് ദർശനത്തിന് ശ്രേഷ്ഠമാണ്. 8 വിളക്കുത്സവങ്ങളായാണ് ക്ഷേത്രോത്സവ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി വരോട് കണ്ണച്ചിപ്പറമ്പ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിന്റെ 20ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ലഫ്റ്റനന്റ് കേണൽ PK പത്മജൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വലിയ പ്രാസംഗികനല്ല, അതുകൊണ്ട് പ്രസംഗിച്ചിട്ട് ഒരുപാട് നേരം ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് വാക്ക് തന്നു. പക്ഷേ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം എന്ന് എൻ്റെ സുഹൃത്ത്, ഞാൻ സൈന്യത്തിൽ മേജറായി സേവനം അനുഷ്ഠിക്കുന്ന കാലം തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യമമായതിനാൽ തീർച്ചയായിട്ടും ഒരു 5-6 മിനിറ്റ് ഞാൻ എടുക്കും. വിരോധമില്ലല്ലോ. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞാലേ എനിക്കറിയുന്ന വിരോധമില്ലാതെ. സ്കൂൾ മാനേജർ M. ബാലൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുജാത ബാലൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടായി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ സ്മിതേഷ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ, പാലക്കാട് ഗവൺമെന്റ് മോഡൽ മോയിൻസ് ഗേൾസ് ഹൈസ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ ജോസ് ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് അംഗം V. വിനീത, M. ഓമന, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് CK ജോഷി, MPTA പ്രസിഡന്റ് M. ജയ്ഷ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് സിനി സുനിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി C. ദിവ്യ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കര തോന്നൂർക്കര ശ്രീ ഏമൂർ കാർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം മാർച്ച് 5-ാം തീയതി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി വിഭാഗങ്ങളാണ് ഏമൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികൾ. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി വിഭാഗങ്ങളാണ് ഏമൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികൾ. ഗജവീരന്മാരുടെയും ശ്രേഷ്ഠരായ പഞ്ചവാദ്യ കുലപതികളെയും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, ഗാനമേള, തമ്പോലം എന്നിവയും പടിഞ്ഞാറ്റുമുറി പൂരക്കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു. ദിവസേനയുള്ള ക്ഷേത്ര ആചാര ചടങ്ങുകൾക്കു പുറമെ മാർച്ച് 1-ന് കലാസന്ധ്യ, 3-ാം തീയതി നൃത്താവതരണം, 4-ാം തീയതി ആനച്ചമയ പ്രദർശനവും ഉണ്ടാകും. 5-ാം തീയതി പൂരം ദിവസം 2 മണിക്ക് 3 ഗജവീരന്മാരുടെയും മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ചൊവ്വാക്കാവിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ്, വൈകിട്ട് കാവ് കയറ്റം, തുടർന്ന് മേളത്തോടുകൂടിയുള്ള കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് 7 മണിക്ക് ഗംഭീര ഗാനമേളയും 11 മണിക്ക് തോന്നൂർക്കര ചൊവ്വാക്കാവിൽ നിന്നും ഏമൂർക്കാവിലേക്ക് തമ്പോലവുമായി ഘോഷയാത്രയും നടക്കും. 6-ാം തീയതി മേളവും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ചൊവ്വാക്കാവിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ് നടത്തി പുലർച്ചെ 5 മണിക്ക് കാവ് കയറുന്നതോടെയാണ് തോന്നൂർക്കര ശ്രീ ഏമൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് PS പ്രകാശ്, സെക്രട്ടറി സജി OS, ജോയിന്റ് സെക്രട്ടറിമാരായ ഷാജു AK, UR ഗോകുൽ, വൈസ് പ്രസിഡന്റ് VP ആനന്ദ്കുമാർ എന്നിവർ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആന തടമ്പ് വെച്ച് ക്ഷേത്രത്തിൽ നിന്ന് വരും.
പെരിങ്ങോട് ചന്ദ്രേട്ടൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു മേജർ സെറ്റ് പഞ്ചവാദ്യം 2 ഇടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ചുവക്കാവിൽ നിന്ന് എഴുന്നള്ളി പോയിട്ട് ഈ പഞ്ചവാദ്യം 3 ആനകളോടുകൂടിയാണ്. 3 ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറക്കാടൻ ഗണപതി എന്ന് പറഞ്ഞ ആന കട മുകളിലാണ് തറമ്പ് വെച്ചുകൊണ്ടാണ് 3 ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കുടമാറ്റം, മറ്റ് പാണ്ഡ്യമേളത്തോടു കൂടിയുള്ള കാവുകയറ്റം, അങ്ങനെയാണ് അവിടെ നമ്മൾ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗാനമേള, തിരുവനന്തപുരം നക്ഷത്ര ടീമിൻ്റെ ഗാനമേള, നിരവധി TV-കളിലൊക്കെ ചാനലുകളിൽ, പ്രശസ്ത ചാനലുകളിലൊക്കെ അവരെ കഴിവ് തെളിയിച്ച കലാകാരന്മാരാണ് ആ ഗാനമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കര നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തി അവലോകന യോഗം. ചേലക്കര റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗം ചേർന്നത് MP കെ രാധാകൃഷ്ണന്റെയും MLA UR പ്രദീപിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പഞ്ചായത്ത് പരിധിയിൽ കോൺഗ്രസ് ഹർത്താൽ. പാലിയേക്കര കോഫി ഷോപ്പ് ആക്രമണ കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘം അറസ്റ്റിൽ. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി തൃശൂരിൽ MDMA-യുമായി പിടിയിൽ. ആത്മസംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കം. മനസ്സും ശരീരവും പാകപ്പെടുത്തി വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ പള്ളികളിൽ പ്രാർത്ഥനാ നിർഭരം. അയ്യയ്യോ ആർപ്പുവിളികളോടെ ചിനക്കത്തൂർ പൂരത്തിന് ആവേശ കൊടിയേറ്റം. രാത്രിയിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ആചാര തനിമയോടെ. സമ്പൂർണതയുടെ വള്ളുവനാടൻ പൂരം മാർച്ച് 12-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.